ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ടാറ്റ നാനോയുടെ സൈഡിലുള്ള നമ്മുടെ ഡോറിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന ഇൻഡിക്കേറ്റർ ബൾബ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പിന്നെ ആ ടയറിൻ്റെ ആ ഒരു വീലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുക, നമ്മുടെ മണ്ണും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൈയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്കിത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ കണ്ടില്ല, ഇതുപോലെ ഒരു ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ പിന്നെ സ്ക്രീൻ ഗാർഡൊക്കെ അതിൻ്റെ കൂടെയൊക്കെ വരുന്ന ഈ ഒരു കഷ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കിതാ ഇങ്ങനെ ഇടുക, എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ക്ലിപ്പാണത്. അപ്പോൾ ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് അമർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്തായാലും കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും. കണ്ടില്ല, അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ലോക്ക് പോലെ ഒരു വരുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലൂടെ ആ ഒരു കഷ്ണം ഇടേണ്ടി വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതൊരു കണക്ടറാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഊരിയെടുക്കാൻ പറ്റും. ആ കണക്ടർ ഉള്ളിലേക്ക് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചാടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ചാടാതെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ലോക്ക്, എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ടൈറ്റാക്കി വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. വണ്ടി ചിലപ്പോൾ ഒന്ന് ഇളകി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലോക്കാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ബൾബ് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ അത് അഴിച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ആ ഒരു ലോക്കാണിത് സംഭവം, ചെറിയൊരു ലോക്കാണ്. അപ്പോൾ ഈ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് തന്നെ അഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കാണ്, ഒക്കെ പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് അഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോകും. പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഈ പിന്നെ സെറ്റ് മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു 4 പിന്നെ ഗ്രൂവുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന 4 ലോക്കുകളാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലോക്ക് ആദ്യം പതുക്കെ വളരെ സൂക്ഷിച്ചൊരു കനം കുറഞ്ഞൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് പതുക്കെ ചെയ്യാം. പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കരുത്. പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് നമ്മൾ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ വേറെ മാറ്റമൊക്കെ വേണ്ടി വരും. കണ്ടില്ലേ, അതുപോലെ പതുക്കെ സൂക്ഷിച്ച് ചെയ്യാം. ഞാനത് ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം എടുക്കും ഇതിന് എന്നുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ വളരെ സൂക്ഷിച്ച് ഇതുപോലെ വളരെ പതുക്കെ എടുക്കുക. ഒരു സൈഡ് പോന്നു കഴിഞ്ഞാൽ പിന്നീട് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിൽക്കും. അത് കണ്ടോ, കുറച്ച് ഓപ്പൺ ആയി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. കണ്ടോ, പിന്നീട് നമുക്കത് ഊരാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഊരാം. കണ്ടോ, ഏകദേശം പോന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഉള്ളൂ, ഒറ്റ ലോക്കും കൂടി ഉള്ളൂ. അതും നമുക്ക് പതുക്കെ കണ്ടോ മെല്ലെ അത് അഴിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ ഇതിൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ ആ ഒരു ലൈറ്റ് സെറ്റ് മൊത്തത്തിൽ അഴിച്ചെടുക്കുക. അതിന് ശേഷം ഈ ഒരു സംഭവം, ഇതാണ് ഇതിൻ്റെ ഒരു ടാസ്ക്. അപ്പോൾ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബൾബ് ഒരു പ്രസ്സിങ് ടൈപ്പ് ഒരു ബൾബാണത്, 12 വോൾട്ടിൻ്റെ. ഇതിന് ഒരു 20 രൂപ ഏകദേശം വരും. 15 രൂപ 20 രൂപയ്ക്കാണ് വരുന്നത്. എവിടെ ഏത് ഓട്ടോമൊബൈൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാലും കിട്ടും. അപ്പോൾ അത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ആ ഗ്ലാസ് പൊട്ടാതെ പതുക്കെ ഇളക്കിയെടുക്കുക. കൈകൊണ്ട് തന്നെ മിക്കവാറും കിട്ടും. ചിലപ്പോൾ മണ്ണോ പൊടിയൊക്കെ കയറിയിട്ട് ടൈറ്റായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് വലിച്ച് ഊരിയെടുക്കുക. ഞാൻ ആ ഊരിയെടുക്കുന്ന വീഡിയോ മിസ്സായി പോയി എൻ്റെ നിന്ന്. അപ്പോൾ അതിന് ശേഷം ഞാനത് മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ 1-2 വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായി പോയി. അതാണ് ഊരുന്നത് കാണാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ഇതിൽ ടോപ്പ് എന്ന് പറഞ്ഞൊരു അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ഗ്ലാസ്സിൽ ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ആ ടോപ്പ് വരുന്ന ഭാഗം തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു ചെറിയൊരു ഉണ്ടോ, അവിടെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടോപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വരേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇടാം. ഇല്ല, അങ്ങനെ തെറ്റിപ്പോകുന്നില്ല. നമുക്ക് പിന്നെ ഒരു രീതിയിൽ തന്നെ അത് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നീട് നമ്മളത് വെക്കുന്ന സമയത്ത് ആ ടോപ്പ് എന്നുള്ള ഭാഗം മുകളിലേക്ക് ആക്കി തന്നെ വെക്കുക. ഇനി ജസ്റ്റ് പ്രസ്സിങ് ആണ്, ഒരു സൗണ്ട് കേൾക്കും, ക്ലിപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ വെറുതെ അവിടെ ഇവിടെ കൊണ്ടു കൊടുത്ത് സമയം കളയേണ്ട കാര്യമില്ല. നമ്മൾ ഫ്രീ ടൈമിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അത്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ഗ്ലാസ്സൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ കയറിയിട്ട് പിന്നെ ആ ഒരു എന്താ പറയുക, ലൈറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ മങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി ക്ലീനാക്കി കഴിഞ്ഞാൽ പുതിയ ലൈറ്റ് പോലെ തന്നെ നമുക്ക് തോന്നും. കേട്ടോ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ കണക്ട് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ